ആരോരുമില്ലാത്ത കുഞ്ഞുങ്ങളെ നോക്കാൻ വേണ്ടി അല്ലെങ്കിൽ അവർക്ക് ഒരു സഹായമാവാൻ വേണ്ടി തുടങ്ങിയതാണ് ശിശുക്ഷേമ സമിതി എന്ന് പറയുന്നത്. എന്നാൽ അവിടെയും കുഞ്ഞുങ്ങൾ സുരക്ഷിതരല്ലാത്തൊരവസ്ഥ, അമ്മമാരെ പോലെ നോക്കേണ്ടവർ തന്നെ അവരെ നോവിക്കുന്ന ഒരവസ്ഥ. ദയനീയമായി തോന്നുന്നില്ല അനുപമ ഈ ഒരു സിറ്റുവേഷനെ? ഭയങ്കര ദയനീയമായി തോന്നുന്നുണ്ട്. കാര്യം നമ്മൾ ഈ പഴമക്കാർ പറയല്ലോ, വേലി തന്നെ വിളവ് തിന്നുക എന്ന് പറയുന്ന ഒരു അവസ്ഥയാണത്. കാരണം നമ്മൾ എത്രയും സുരക്ഷിതരായിരിക്കണം എന്ന് കരുതി ഏൽപ്പിക്കുന്ന കരങ്ങളിൽ നിന്ന് തന്നെ അവർക്ക് ഏറ്റവും ക്രൂരമായ മർദ്ദനം ഏൽക്കുക എന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാണ് അവിടെ ആ ഒരു സ്ഥലത്തിന് പിന്നെ എന്ത് പ്രാധാന്യമാണുള്ളത്? നമ്മൾ എന്ത് പ്രതീക്ഷിച്ചാണ് അല്ലെങ്കിൽ എന്ത് വിശ്വസിച്ചാണ് ആ ഒരു സ്ഥലത്ത് നമ്മളെ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കുന്നത്? പ്രത്യേകിച്ച് ഈ ശിശുക്ഷേമ സമിതിയിൽ അല്ലെങ്കിൽ അവിടെ ഏൽപ്പിക്കപ്പെടുന്ന കുട്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരോരും ചോദിക്കാനോ പറയാനോ അങ്ങനെ ഒരു ഉറ്റവരോ ഉടയവരോ ഇല്ലാതെ എത്തിപ്പെടുന്ന കുഞ്ഞുങ്ങളാണ്. അപ്പം ആ ധൈര്യത്തിലായിരിക്കണം ഇവർ ഈ അതിക്രമം കാണിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാലും ഞാൻ ചിന്തിക്കുന്നത് എന്താ അറിയോ, മനുഷ്യത്വം എന്നൊരു സാധനം വേണ്ടേ? കാരണം 2.5 വയസ്സ് മാത്രം പ്രായമുള്ളൊരു കുഞ്ഞിക്കുട്ടി, ആ കുട്ടിക്ക് കിടക്കയിൽ മൂത്രമൊഴിക്കുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും സംഭവിക്കുന്നതാണ്. കാരണം ചെറിയ കുട്ടിയാണ്, അതിനുള്ള ബോധമോ ഒന്നുമില്ല. ആ കിടക്കയിൽ മൂത്രമൊഴിച്ചു എന്നതിന്റെ പേരിൽ ആ കുട്ടിയുടെ ജനനേന്ദ്രിയത്തിൽ നുള്ളുക എന്ന് പറയുന്നത് എത്രത്തോളം ക്രൂരമായ ഒരു കാര്യമാണ്. മുറിവേൽപ്പിച്ചു അവിടെ. അതെ, അത് ഈ നമ്മൾ ഈ പറയല്ലോ, കുഞ്ഞുങ്ങളും അല്ലെങ്കിൽ വാർദ്ധക്യത്തിലെത്തിയവരും ഒരുപോലെ ആയിരിക്കും എന്ന് പറയല്ലോ. ഈ 2 കാറ്റഗറിയിൽ പെടുന്നവർക്കുമാണ് ഇത്തരത്തിലുള്ള മർദ്ദനം കൂടുതലും ഏൽക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി, നമ്മൾ ഇതിന് മുൻപ് ഒരു കേസ് നടന്നിരുന്നത്, അതിന്റെ വീഡിയോ സഹിതം പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. വളരെ പ്രായമുള്ള ഒരു അമ്മയെ പിടിച്ച് തല്ലുന്നു, തള്ളിയിടുന്നു. വീട്ടുകാരാണ്. അതെ, വീട്ടുകാർ, സ്വന്തം മകളാണ് ചെയ്തത്. മകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അധ്യാപികയാണ് അവര്. മകളെന്ന് പറയുന്നത് ഒരു അധ്യാപികയ്ക്ക് എങ്ങനെയാണ് കുഞ്ഞുങ്ങളുമായി ഇടപഴകുന്ന ആളാണ്. അപ്പൊ അങ്ങേയറ്റം സോഫ്റ്റ് ആയിരിക്കണം. അവര് പഠിക്കുന്ന ഒരു ടീച്ചർ ആവാൻ വേണ്ടി, ഒരു അധ്യാപിക ആവാൻ വേണ്ടി അവര് പഠിക്കുന്ന കാര്യങ്ങൾ സൈക്കോളജി, അതും കുഞ്ഞുങ്ങളുടെ സൈക്കോളജിയും കാര്യങ്ങളൊക്കെയാണ് പഠിക്കുന്നത്. അമ്മയുടെ മഹത്വം കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുന്നവരാണ്. അവരാണ് സ്വന്തം അമ്മയോട് ഇങ്ങനെ പെരുമാറുന്നത്. സ്വന്തം അമ്മയെ തള്ളിയിടുക, തല്ലുക, പട്ടിക്കൂട്ടിലിടുക, ഗുരുവായൂർ കൊണ്ടുപോയി അവിടെ നടതള്ളിപ്പോരുക, ഇങ്ങനത്തെ പ്രവർത്തികളൊക്കെ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ അതുപോലത്തെ ഒരു പറ്റം ആളുകൾ തന്നെയാണ് ഈ കുഞ്ഞുങ്ങളോടും ഇതേ എന്താ പറയാ പ്രവൃത്തി കാട്ടിക്കൂട്ടുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ വിഷയവുമായി ബന്ധപ്പെട്ട 3 ആയമാരെയാണ് ഇപ്പൊ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നതും അന്വേഷണങ്ങൾ നടക്കുന്നതും. ഇതില് ഈ കുട്ടിയുടെ മേത്ത് ഇത്തരം മുറിവുണ്ടെന്ന് കണ്ടുപിടിക്കുന്ന ആ കുട്ടിയെ 4ാമത്തെ ആയ കുളിപ്പിക്കുമ്പോഴാണ്. ആ കുട്ടി അവിടെ വേദനയുണ്ടെന്ന് പറയുമ്പോൾ ഇവരെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അങ്ങനത്തെ പരിശോധനയിലാണ് ഈ കുട്ടിക്ക് അവിടെ മുറിവേറ്റതായി മനസ്സിലാക്കുന്നത്. ആൻഡ് ഇതിനെ സംബന്ധിച്ച് ശിശുക്ഷേമ വകുപ്പിന്റെ എന്താ പറയാ അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരാൾ പറയുന്നത്, ഈ 4 ആയമാരും ടെമ്പററി സ്റ്റാഫുകളാണ്. എന്നുവെച്ചാൽ ഇവരാരും അവിടെ എന്താ പറയാ പെർമനന്റ് ആയിട്ട് അല്ലെങ്കിൽ സ്ഥിരമായി ഉള്ളവരല്ല. അവിടെ കുട്ടികളെ നോക്കാൻ ആളുകൾ ഇല്ലാത്തത് കൊണ്ട് താൽക്കാലികമായ അടിസ്ഥാനത്തിൽ അവരെ ഹയർ ചെയ്ത് വെച്ചിരിക്കുന്ന ആൾക്കാരാണ്. സോ അവർക്ക് അത്രത്തോളമേ ഉണ്ടാകുള്ളൂ എന്നുള്ളതാണ്. മനസ്സിലായോ? അതൊരു താൽക്കാലിക ജോലി മാത്രമാണ് അവർക്ക്, അല്ലാതെ അതിനോടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഒന്നുമില്ല. എനിക്ക് തോന്നുന്നു സർക്കാർ സംവിധാനങ്ങൾ ഇതിന് വേണ്ടത്ര പരിഗണന കൊടുക്കുന്നില്ലേ? അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ചു, ഇത്രയും ശ്രദ്ധ ചെലുത്തേണ്ട ഒരു വകുപ്പില് കൃത്യമായ നിയമനങ്ങൾ നടക്കുന്നില്ല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കൃത്യമായി അതിനുള്ള ആളുകളില്ല എന്ന് പറയുന്നത് എന്ത് പരിതാപകരമായ ഒരു അവസ്ഥയാണ് കേരളം പോലെ ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ച്. ചില അമ്മമാര് സ്വന്തം കുഞ്ഞുങ്ങളെ ഈ ശിശുക്ഷേമ സമിതിയുടെ മുന്നിലൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് പോകാറുണ്ട്. അതെ, അമ്മ തൊട്ടില് പോലെ. അവർക്ക് മേ ബി ആ കുട്ടിയെ നോക്കാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാത്തത് കൊണ്ടായിരിക്കാം, അതല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉള്ളത് കൊണ്ടായിരിക്കാം. അപ്പൊ ഇവര് നോക്കുമെന്ന പ്രതീക്ഷയിലാണ് അവിടെ കൊണ്ടുപോയി വെക്കുന്നത്. അത്തരത്തിൽ കിട്ടിയ കുട്ടികളുണ്ട് അവിടെ. അതുപോലെ ആരുമില്ലാതെ റോട്ടിൽ കിടന്ന് കിട്ടിയ കുട്ടികൾ, അങ്ങനെ ഒരുപാട് തരത്തിലുള്ള കുട്ടികൾ ഉണ്ടായിരിക്കാം. പക്ഷെ ഇവരൊക്കെ അവിടെ സേഫ് ആണെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരു പറ്റം ജനങ്ങളുണ്ട്. ആരോരും ഇല്ലാത്തവർക്ക് സർക്കാർ ഉണ്ടാകും എന്ന് പറയുന്ന ആ ഒരു വിശ്വാസത്തിന്റെ പുറത്തുണ്ടാവുന്നത്. പക്ഷെ അവിടെ നടക്കുന്നത് ഇത്രയും എന്താ പറയാ ദയനീയമായ അല്ലെങ്കിൽ ഹീനമായ കാര്യങ്ങളാണെന്ന് പറയുമ്പോൾ എങ്ങനെയാണ് അതിനൊക്കെ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുക? 2 കാര്യങ്ങളാണ് എനിക്ക് ഇതിനകത്ത് വീണ്ടും ഊന്നി പറയാനുള്ളത്. ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഇവരെ ചോദിക്കാനും പറയാനും ആളുകൾ ഉണ്ടാകുമ്പോഴാണ് ആളുകൾക്ക് പേടി വരുള്ളൂ. ഇപ്പൊ നമ്മളെ ഒരു ഡേ കെയറിൽ നമ്മുടെ പാരന്റ്സ് നമ്മുടെ കുഞ്ഞുനാളിൽ കൊണ്ടുവന്നാക്കി അവിടുന്ന് നമുക്ക് ഇത്തരത്തിലുള്ള ഒരു സമീപനം നേരിടേണ്ടി വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പാരന്റ്സ് അല്ലെങ്കിൽ നമ്മുടെ ബന്ധുക്കള് പിന്നെ അവരെ വെറുതെ വെക്കില്ല. അത് കാരണം നമുക്ക് അങ്ങേയറ്റം എന്താ പറയാ സോഫ്റ്റ് ആയിട്ടുള്ള പരിചരണവും അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു കെയറിങ്ങും ഒക്കെയാണ് നമുക്ക് കിട്ടുക. അപ്പം ഇവിടെ ഈ ഒരു ശിശുക്ഷേമ സമിതിയിൽ ഇത്തരം ഒരു സംഭവം ഉടലെടുക്കാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ ശില്പ പറഞ്ഞ പോലെ അവിടെ വരുന്ന കുഞ്ഞുങ്ങൾ ആരും ഇല്ലാത്തവരാണ്, അല്ലെങ്കിൽ അവർക്ക് വേണ്ടി ശബ്ദം ഉയർത്തി വരാനായിട്ട് ആരും ഇല്ല എന്നൊരു ധൈര്യം അവർക്ക്
ഉള്ളിലുണ്ട്. അതിന്റെ പുറത്താണ് ഈ കാണുന്ന മഹാവൃത്തികേടുകൾ കാണിച്ചു കൂട്ടുന്നത്. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് നേരത്തെ ശില്പ പറഞ്ഞ പോലെ ഇവരൊക്കെ താൽക്കാലിക നിയമനങ്ങളാണ് അവിടുത്തെ ഈ ആയമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പൊ അവരതിനെ നോക്കി കാണുന്നത് ഇത് വെറും ജോലിയാണ്, ഞാൻ ഇത് തീർത്ത് ഞാൻ ഇവിടുന്ന് കുറച്ചു കാലത്തിനുള്ളിൽ ഞാൻ പോകും. അപ്പൊ അതിനിടയ്ക്ക് വരുന്ന കാര്യങ്ങളൊക്കെ അവർക്ക് ഫീസിബിൾ ആയ രീതിയിൽ, അല്ലാതെ കുട്ടികളുടെ കംഫർട്ടോ അല്ലെങ്കിൽ കുട്ടികളെ എങ്ങനെ കൈകാര്യം ചെയ്യണം, കുഞ്ഞുങ്ങളെ കൈകാര്യം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ 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 എന്താ പറയാ കരുതലോടുകൂടി ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ്. അപ്പൊ അതിന് പകരം നമ്മൾ എന്താ പറയാ നമ്മുടെ അമർഷവും അല്ലെങ്കിൽ നമുക്കിതൊന്നും താങ്ങാൻ പറ്റില്ല എങ്കിൽ അത്തരം ജോലിക്ക് പോകരുത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. അതല്ലെങ്കിൽ പിന്നെ ഇങ്ങനെ പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നിൽക്കുക. ഇത് ഞാനൊരു താൽക്കാലിക സമയത്തിലേക്ക് ഇവിടെ നിൽക്കുന്നു, ആ എന്തായാലും ജോലി പെർമനന്റ് ആവില്ലെന്ന് അവർക്കറിയാം. അതല്ലെങ്കിൽ കുറച്ച് നാളെ ഉണ്ടാവുള്ളൂ. അപ്പൊ തോന്നുന്ന പോലെ ജോലി ചെയ്ത് തിരിച്ചു വരാമെന്നുള്ള ഒരു മൈൻഡ് ആയിരിക്കാം. അല്ലെങ്കിൽ ഇതിന് തക്ക ട്രെയിനിങ് ഒന്നും കിട്ടിയവരായിരിക്കില്ല അവര്. പൊതുവെ അവിടെ പെർമനന്റ് എംപ്ലോയി എന്ന് പറയുമ്പോൾ അതിന് തക്ക ട്രെയിനിങ് ഉണ്ടായിരിക്കും. പിന്നെ അവർക്ക് അതൊരു ലൈഫ് ലോങ് അവർക്ക് വേണ്ട ജോലിയാണ്, അത് ലൈഫ് ലോങ് വേണ്ട ജോലിയാണ്. സോ അതിനു വേണ്ടി അവരതിന് അനുസരിച്ച് നിന്നേ പറ്റുള്ളൂ എന്നുള്ളതാണ്. ഇപ്പൊ എന്തായാലും ഈ താൽക്കാലിക ജീവനക്കാരെ എല്ലാം പിരിച്ചുവിട്ടു എന്ന് അരുൺ ഗോപി വ്യക്തമായി തന്നെ പറഞ്ഞിട്ടുണ്ട്. എന്നിരുന്നാലും ഇവിടെ ചിന്തിക്കേണ്ട വേറൊരു കാര്യമുണ്ട്. നമ്മൾ ഈ 3 പേരുടെ ഫോട്ടോകൾ കണ്ട് അത്യാവശ്യം പ്രായമുള്ള 3 സ്ത്രീകളാണ്. ഞാൻ ചോദിക്കുന്നത് ഇവർക്കൊന്നും കുഞ്ഞുങ്ങളില്ലേ എന്നുള്ളതാണ്. അതല്ലെങ്കിൽ ഇവർക്ക് കുഞ്ഞുങ്ങളില്ലെങ്കിൽ തന്നെ ഇവരാരും ഒരു അമ്മ അല്ലെങ്കിൽ ഇവരെ വളർത്തിയത് ഇവര് അമ്മയായിരിക്കില്ലേ. സോ ഒരു അമ്മയുടെ സ്നേഹം എന്താണെന്ന് അവർക്ക് അറിയില്ലേ. അത് കൊടുക്കാനുള്ള ഒരു ബാധ്യസ്ഥത അവർക്കുണ്ട്. അപ്പോ അവിടെ ഒരു മാനസികമായ പരിഗണന ആ കുട്ടികൾ അർഹിക്കുന്നില്ലേ എന്നുള്ളതാണ്. ഇതിപ്പോ ഒരു ഇൻസിഡന്റ് ഈ കുട്ടിക്ക് ഇങ്ങനെ വേദനിച്ചത് കൊണ്ട് അല്ലെങ്കിൽ കുട്ടി കരഞ്ഞത് കൊണ്ട് പുറത്തു വന്നു. ഇത്തരത്തിൽ പറയാതിരിക്കുന്ന എത്ര ഇൻസിഡന്റുകൾ ഉണ്ടായിരിക്കും. ഇതിന് മുൻപ് ഞാൻ പറയട്ടെ, ഈ ഡേ കെയറുകളിൽ തന്നെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ട് ഒരു സമയത്ത് അത് വാർത്തയായി. നമ്മൾ പൈസ കൊടുത്ത് കുട്ടികളെ കൊണ്ടാക്കുന്ന അത്തരം സ്ഥലങ്ങളിൽ പോലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടായത് ഒരു സമയത്ത് വാർത്തയായി പുറത്തു വന്നിരുന്നു. അവിടെ കുഞ്ഞുങ്ങളെ പിടിച്ച് തല്ല്, അത് വടി ഉപയോഗിച്ചിട്ട്. ഡേ കെയറിലാക്കുന്ന കുഞ്ഞുങ്ങൾക്ക് എന്തോരം പ്രായം ഉണ്ടാവും നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാവുന്നതാണ്. അവിടെ വടി ഉപയോഗിക്കുക, സ്കെയിൽ ഉപയോഗിച്ച് തല്ലിയതിന്റെ പാടുകൾ കണ്ടിട്ട് പാരന്റ്സ് വന്ന് ചോദിച്ച് അങ്ങനെയാണ് അത് പിന്നീട് അന്വേഷണത്തിലേക്കും പരാതി അന്വേഷിച്ച് കണ്ടെത്തുന്നതിലേക്കൊക്കെ വഴി തെളിച്ചെത്തിയത് ആ സമയത്താണ്. അതിനു മുൻപ് എന്താ പറയാ ആളുകൾ അവർക്ക് ഈ ഒരു എന്താ പറയാ ദുഷ്ടത്തരം അല്ലെങ്കിൽ ഈ ഒരു ക്രൂരത കുഞ്ഞുങ്ങളോട് കാണിക്കുന്നതിൽ യാതൊരുവിധ ദയയും വരുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുന്ന നാടാണ് നമ്മുടേത്. അപ്പൊ പിന്നെ ഇതിൽ വലിയ രീതിയിൽ നമുക്ക് അത്ഭുതപ്പെടാനില്ലെങ്കിലും പക്ഷെ ഇത്തരം കാര്യങ്ങൾക്ക് കൃത്യമായി എന്താ പറയാ ഇതിനെ എങ്ങനെയും തടയാൻ വേണ്ടിയുള്ള നടപടികൾ കൊണ്ടുവരണം എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇതിന് സർട്ടൻ റൂൾസ് കൊണ്ടുവരണം. അതെങ്ങനെ സ്റ്റോപ്പ് ചെയ്യാം, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് അവർക്ക് മേലൊരാളുടെ കണ്ണുണ്ട് എന്നുള്ള ഒരു ബോധം അവർക്ക് വരണം എന്നുള്ളതാണ്. ഇങ്ങനെ കുട്ടികൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അവർ നേരിടേണ്ടി വരും. ആ പേടി കൊണ്ട് അവരത് ചെയ്യാതിരിക്കട്ടെ എന്നതിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങൾ നമ്മുടെ നാട്ടിൽ വരേണ്ടതുണ്ട്. അതെ, ഈ നിയമം അത്രത്തോളം സുരക്ഷിതമല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഇതിപ്പോ ഇങ്ങനെ ഒരു പരാതി വന്ന് ഇനി അവർ നേരിടേണ്ടി വരുന്ന ശിക്ഷാ നടപടികളോ ഒന്നും വലിയ കഠിനമായിരിക്കില്ല. അല്ലെങ്കിൽ അവരെങ്ങനെങ്കിലും ഇതിന്റെ കുറച്ചു കാലങ്ങൾക്ക് മുൻപ് ഷിജു ഖാൻ അവിടുത്തെ ചെയർമാൻ ആയിരിക്കുന്ന സമയത്ത് നടന്ന പ്രശ്നങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അത് എത്രത്തോളം കോംപ്ലിക്കേഷൻസിലേക്ക് പോയി, ആ കേസ് എത്രത്തോളം ദാരുണമായിരുന്നു നമ്മൾ കണ്ടതാണ്. അതിനുശേഷം ഇപ്പൊ അരുൺ ഗോപി വന്നതിന് ശേഷമാണ് ഈ സംഭവം നടക്കുന്നത്. പക്ഷെ ഇതിൽ എനിക്ക് കുറച്ച് സമാധാനപരമായി തോന്നിയ ഒരു കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വകുപ്പ് തന്നെയാണ് പരാതി നൽകിയത്. ഈ കുട്ടിക്ക് ഇങ്ങനെ പ്രശ്നമുണ്ട്, ഈ ആയമാർ ഇങ്ങനെ ചെയ്തു എന്നതിന് പരാതി പറഞ്ഞത് ഇവർ തന്നെയാണ്. അപ്പൊ അറ്റ്ലീസ്റ്റ് അവർ അതിനുള്ളൊരു മനസ്സ് കാണിച്ചു. ഇത് എന്താ പറയാ പൂഴ്ത്തിവെക്കാൻ ശ്രമിച്ചില്ല എന്നത് മാത്രമാണ് ഇതിൽ ആശ്വാസകരമായ ഒരു കാര്യം. അതെ, അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനൊരു അറുതി വരുമെന്ന് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം.